അതുൽ കൃഷ്ണ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിങ് അതുൽ കൃഷ്ണ. മറ്റത്തൂരിൽ ഒരു മാറ്റം വന്ന ശേഷമുള്ള സംഭാഷണമാണിത്. അഭിനന്ദനങ്ങൾ. ഇത് കട്ടയ്ക്ക് നിന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു കട്ട കമ്പനിയുടെ കാര്യത്തിലുണ്ടായ ഒരു നീക്കമാണ് അത്. ആ കമ്പനി പൂട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി, പിന്നീട് ഒരു സംരംഭകനായി മാറേണ്ടയാൾ ഒരു രാഷ്ട്രീയക്കാരനായി ഇപ്പോൾ ഒരു പഞ്ചായത്തിന്റെ ഭരണം തന്നെ അട്ടിമറിച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അതുലിന്റെ ഒരു പ്രതികാരമാണോ? അതുൽ, ഒരു പ്രതികാരം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി സംരംഭകർക്ക് നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ നേരിട്ട സംരംഭകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷേ എല്ലാവരും ഒരു ഇത് നേരിടുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായില്ല. ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ മാക്സിമത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഈ പൈ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്, ഈ കൺസ്ട്രക്ഷൻ സ്ഥാപനം, അത് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായോ? അത് പൂട്ടിക്കുന്നു, പിന്നീട് അതിന്മേലുള്ള പോരാട്ടം, വ്ളോഗിങ്, അങ്ങനെ ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇപ്പോൾ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ച സാഹചര്യത്തിൽ ഈ പൈ ബിൽഡേഴ്സിന്റെ അവസ്ഥ എന്താണ്? ബൈബിളേഴ്സ് വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളൊരു സിവിൽ ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ഫിനിഷിംഗ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്കൂൾ ഓഫ് പൈ എന്നാണ് ആ സംരംഭത്തിൻ്റെ പേര്. അതിപ്പോൾ 2 വർഷമായി. അതും വളരെ നല്ല രീതിയിൽ പോകുന്നു. ആ ഒരു സംരംഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു പുതിയ ബിൽഡിങ്ങിന് നമ്പറിങ്ങിന് ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ആയിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെയൊക്കെ ആയിപ്പോൾ ഇവരെല്ലാം ക്ലിയറായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയണത്. എന്നാൽ അതൊന്ന് നോക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നാട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ അതൊരു പരമ്പരയായിട്ട് മാറിയെന്നുള്ളൂ. അത് ചെറിയ കാര്യമൊന്നുമല്ല. പഞ്ചായത്ത് 100% പെർഫെക്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ജലം, വൈദ്യുതി, റോഡ്, മാലിന്യ നിർമ്മാർജ്ജനം, ഹരിതകർമ്മസേന, സർക്കാർ വാഹനങ്ങളുടെ ദുരുപയോഗം, സാമ്പത്തിക നഷ്ടം, ഈ പ്ലാസ്റ്റിക് മാലിന്യം, പിക്കപ്പ് വാൻ തുടങ്ങി അതുലിന്റെ ക്യാമറയിൽ പതിയാത്ത എന്തെങ്കിലും ഇനി മറ്റത്തൂരിൽ ബാക്കിയുണ്ട്? മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും എന്ന് പറയുന്നത് പോലെ മറ്റത്തൂരിലെ ഓരോ അരിമണിയും പെറുക്കി വെച്ചിട്ടാണോ ഈ വീഡിയോ എല്ലാം ചെയ്തത്? ഇനി തുറന്നു കാട്ടാൻ എന്തെങ്കിലും ഉണ്ടോ ബാക്കി? എൻ്റെ നാട്ടിലെ മറ്റത്തൂരിലെ ജനങ്ങളാണ് എനിക്ക് ഓരോ കണ്ടന്റുകൾ തന്നത്. ഇവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ നാട്ടുകാർ തന്നെയാണ്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും എനിക്ക് ഓരോ കണ്ടന്റുകൾ തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഭരണസമിതിയുടെ കാലം കഴിഞ്ഞു. അതിലും വലിയ കണ്ടന്റ് ക്രിയേഷൻ നടന്നത് ആ 8 പേരെ മറുകണ്ഠം ചാടിച്ചതിലാണ്. അതെങ്ങനെയാണ് നടന്നത്? ശരിക്കും മറ്റത്തൂർ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു. 25 വർഷമായിട്ട് ഇവിടെ CPM ഭരിക്കുന്നൊരു പഞ്ചായത്തായിരുന്നു. മുൻപ് 20 മെമ്പർമാർ, 23 വാർഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 18 വാർഡിൽ CPM ഭരണമായിരുന്നു. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 15 വാർഡായി. പിന്നെ അത് 13 വാർഡായി. ഇപ്പോൾ 10 വാർഡിലാണ് ഇവിടെ CPM ജയിച്ചിരുന്നത്. അതിൽ 2 കോൺഗ്രസ് വിമതർ ജയിച്ചിട്ടുണ്ട്, 8 കോൺഗ്രസ് മെമ്പർമാർ ജയിച്ചിട്ടുണ്ട്, 4 BJP, ഞാനടക്കം 4 BJP അംഗങ്ങളാണ് ജയിച്ചത്. അതിൽ ഒരു കോൺഗ്രസ് വിമതനെ ഇവിടെ CPM പർച്ചേസ് ചെയ്യണം ചെയ്തത്. അതായത് ഭരണ തുടർച്ച എന്ത് വില കൊടുത്തും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ഈ കോൺഗ്രസ് വിമതൻ എന്ന് പറയുന്ന വ്യക്തി, ഔസേപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ടേമിലെ UDFൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷം കാലത്തും ഒരു വിയോജനക്കുറിപ്പ് പോലും ഈ ഭരണത്തിനെതിരെ ഇവിടെ കൊടുത്തിട്ടില്ല. അത്തരത്തിൽ തന്നെ ഔസേപ്പും ഈ പറയണ CPMൻ്റെ കൂടെ നിന്ന് CPM തുടർ ഭരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലായിരുന്നെങ്കിലും, നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ്, പ്രത്യക്ഷത്തിൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവരുടെ അന്തർധാര സജീവമായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ കോൺഗ്രസ്സുകാരായ 8 പേരും എന്നാ പിന്നെ ഒരു പണി കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഇപ്പുറത്തേക്ക് വന്നത്? അവരുടെ അന്തർധാര വളരെ സ്ട്രോങ് തന്നെയായിരുന്നു. ഈ 8 പേര് എങ്ങനെയാണ് വന്നത്? അതിലാണോ എത്തിച്ചത്? അതാണ് അറിയേണ്ടത്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സംഘടനയാണ്, നമുക്കറിയാലോ. ഇവിടെ ഞങ്ങൾ BJPയിലെ ഒരു സംഘടനാ തീരുമാനങ്ങളാണ് ഇതൊക്കെ. ആ 8 പേരെ അപ്പോൾ ഓപ്പറേഷൻ കമലാണോ എന്നുള്ള രീതിയിലല്ല, സംഘടന തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതാ ഓപ്പറേഷൻ കമലാണോ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനോ അങ്ങനെ കാര്യങ്ങളല്ല. ജില്ലാ കമ്മിറ്റി ഇടപെട്ടു അല്ലേ? സംഘടന കൃത്യമായി ഞാൻ ചോദിക്കുന്നത്, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇടപെട്ടു? ജില്ലാ കമ്മിറ്റി അതിനുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അതിനുള്ള വ്യക്തത ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടല്ലോ.
ഉണ്ട്. അപ്പോൾ സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റായിട്ട് പിന്തുണച്ചു. അപ്പോൾ 13 എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ അധികാരത്തിലേക്ക് എത്തി. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താണ്? വളരെ നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഇനി ഭരണം എവിടെങ്കിലും മോശമാണെങ്കിൽ നമ്മുടെ പരിപാടികളായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, മറ്റത്തൂരിൽ എന്തായാലും ഭരണം പിടിച്ചു. ഈ 8 പേരുടെ കാര്യത്തിൽ അവരെ കോൺഗ്രസ് പുറത്താക്കിയെന്നാണ് കേട്ടത്. BJP-യിലേക്ക് അവർ വരുമോ അതോ പുറത്തു തന്നെ നിന്നുകൊണ്ടുള്ള ഈ സൗഹൃദം തുടരുമോ? അവര് BJP-യിലേക്ക് നിലവിൽ വന്നിട്ടില്ല. അവര് സ്വതന്ത്രമായിട്ട് തന്നെ ഈ 5 വർഷക്കാലം പൂർത്തീകരിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി അതുൽ കൃഷ്ണ. അപ്പോൾ മറ്റത്തൂരിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. വ്ളോഗിലൂടെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഇതിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നല്ലോ, അതൊക്കെ പരിഹരിക്കൂ. തീർച്ചയായിട്ടും. താങ്ക് യു. അതുൽ കൃഷ്ണയാണ് മറ്റത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ ഓപ്പറേഷൻ കമൽ നടന്നോ എന്ന് ചോദിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി കൂടി അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കോൺഗ്രസും വിശദീകരിക്കട്ടെ എന്താണ് അവിടെ നടന്നതെന്ന്. അപ്പോൾ മറ്റത്തൂരിൽ മാറ്റത്തിന്റെ കാറ്റ് വന്ന വഴി എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.